4 സെക്ഷൻസ് ആണ് നമ്മുടെ Tier 1 പരീക്ഷയ്ക്ക് വരുന്നത്. ഇത് ബോത്ത് CGL ആൻഡ് CHS സെയിം തന്നെയാണ്. ഹായ് ഓൾ, എൻട്രിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSC എക്സാംസിനെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ SSC പരീക്ഷകൾ എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അണ്ടറിൽ വരുന്ന കുറേ പരീക്ഷകളുണ്ട്. അതിലെ 2 പരീക്ഷകൾ, അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരുന്ന 2 പരീക്ഷകളാണ്, ഒന്ന് CGL പരീക്ഷയും ഒന്ന് CHSL പരീക്ഷയും. അപ്പോ ഏകദേശം നമ്മൾ CGL പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻസ് നല്ലപോലെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന എല്ലാ പരീക്ഷകളും നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓഫീസർ ലെവൽ പോസ്റ്റിലേക്ക് വരുന്നതാണ് CGL ലെവൽ പരീക്ഷകൾ എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് CGL പരീക്ഷയെ പറ്റി നോക്കാം. അതായത് SSC കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ. ആ ഒരു പേര് പറയുന്ന പോലെ തന്നെയാണ് ഗ്രാജുവേറ്റ് ഹോൾഡേഴ്സിന് മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതായത് ഡിഗ്രി ലെവൽ തരം വരുന്ന ഒരു പരീക്ഷയാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും കേട്ടോ. 32 വയസ്സാണ് ലാസ്റ്റ് ലിമിറ്റ് വരുന്നത്. ഇനി നമുക്ക് പോസ്റ്റ് വരുമ്പോ ഒത്തിരി പോസ്റ്റുകൾ വരുന്നുണ്ട്. CGLന്റെ അണ്ടറിൽ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. അതിൽ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ഉണ്ട്, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ ഉണ്ട്, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഉണ്ട്. ഏറ്റവും ഹയർ ലെവൽ വരുന്ന ഓഫീസർ പോസ്റ്റുകളാണ് ഈ പറയുന്നത് കേട്ടോ. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഉണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഉണ്ട്, ഓഡിറ്റർ, UDC, അങ്ങനെ വരുന്ന ഒട്ടനവധി പോസ്റ്റുകളാണ് CGL പരീക്ഷയുടെ അണ്ടറിൽ വരുന്നത്. അപ്പോ പല തരത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസിന്റെ അണ്ടറിലാണ് ഈ പോസ്റ്റുകളും കാര്യങ്ങളും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് മിനിസ്ട്രീസ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ആ ഡിഫറെന്റ് മിനിസ്ട്രീസിന്റെ അണ്ടറിലാണ് ഈ പറയുന്ന പോസ്റ്റുകൾ കംപ്ലീറ്റ് ഫില്ലപ്പ് ആവുന്നത്. ഓക്കെ, അതിപ്പോ ഒരു വേക്കൻസി ആയാൽ കൂടിയും CGL റിപ്പോർട്ട് ചെയ്ത് ആ വേക്കൻസിക്ക് അനുസരിച്ചുള്ള എക്സാം നടത്തി എടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇതില് പിന്നെ നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് സാലറിയാണ്. ഏകദേശം 35,000 തൊട്ട് 1,42,000 രൂപ വരെ ആ ഒരു റേഞ്ചിൽ വരുന്ന സാലറീസ് ആണ് CGL പരീക്ഷയോടനുബന്ധിച്ച് വരുന്ന പോസ്റ്റുകൾക്ക് വരുന്നത്. അതായത് നമ്മുടെ പേ ലെവൽ 4 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. 4, 5, 6, 7 അങ്ങനെ പേ ലെവൽ 7 വരെ വരുന്ന എന്താണ് ആ ഒത്തിരി മെട്രിക്സിലാണ് നമുക്ക് ആ ഒരു സാലറി കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ 35,000 ആണ് ഏറ്റവും ലോവസ്റ്റ് വരിക. ഏറ്റവും ഹയസ്റ്റ് വരുന്ന 7th പേ ലെവൽ അല്ലെങ്കിൽ 8th പേ ലെവലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 1,42,000 രൂപ വരെ വരുന്ന പോസ്റ്റുകൾ നമുക്ക് ഇതിന്റെ അണ്ടറിലുണ്ട്. അപ്പം എല്ലാം ഓഫീസർ പോസ്റ്റുകൾ തന്നെയാണ് വരുന്നത്. അതായത് CBIയിൽ വരുന്ന ഇൻസ്പെക്ടർ ഉണ്ട്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഉണ്ട്, അപ്പൊ എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട് അല്ലെ. അങ്ങനെ വരുന്ന ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി കൂടാതെ നമുക്കിപ്പോ വന്നിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത്, ടെന്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് 22 ഏപ്രിലിന് അഡ്വർടൈസ്മെന്റ് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും എക്സാം ഡേറ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 6 months നമുക്ക് CGL എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ് CGL പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ SSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളത്. നമുക്ക് CHSL കൂടെ ജസ്റ്റ് നോക്കാം. CHSL എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലാണ്. അതായത് 10+2 ക്വാളിഫിക്കേഷൻ ആണ് അവിടെ വരിക. +2 ക്വാളിഫിക്കേഷൻ, +2 പാസ്സായവർക്ക് ധൈര്യമായിട്ട് CHSL പരീക്ഷ എഴുതാവുന്നതാണ്. 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് കാര്യങ്ങൾ വരുന്നത്. അതിന് അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്ന ഒന്ന് LDC വരും, പിന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരും, അതുപോലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ വരും, പോസ്റ്റൽ അസിസ്റ്റന്റ് വരും, സോർട്ടിംഗ് അസിസ്റ്റന്റ് വരും. അങ്ങനെ ഒട്ടനവധി പോസ്റ്റുകൾ, ഏകദേശം 4 to 5 പോസ്റ്റുകളാണ് നമുക്ക് ഈ ഒരു CHSLന്റെ അണ്ടറിൽ വരുന്നത്. അപ്പോ ഇപ്പൊ LDC, JSA, DOK ആണ് നമുക്ക് എപ്പോഴും നമുക്ക് വിളിക്കുന്ന പോസ്റ്റുകൾ ഇതാണ്. അതിലിപ്പോ ഓരോ പോസ്റ്റുകൾ നമുക്കിപ്പം LDC അറിയാലോ, ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണ്. അതുപോലെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവിടുത്തെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നതും. അതുപോലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആർക്ക് വേണം അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് കേട്ടോ CHSLന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു സാലറി റേഞ്ച് വരുന്നത് അവിടെ പേ ലെവൽ 2 അതുപോലെ പേ ലെവൽ 4 ആണ് വരുന്നത്. ഹയസ്റ്റ് പേ ലെവൽ 4 ആണ് വരുന്നത്. പേ ലെവൽ 4 എന്ന് പറയുമ്പോൾ 35,500 to 81,100 ആണ്. അതായത് ഏകദേശം 81,000 വരെ സാലറി കിട്ടുന്ന പോസ്റ്റുകൾ നമ്മുടെ CHSL പോസ്റ്റുകളിലുണ്ട്. അതുപോലെ 25,000 തൊട്ട് 63,000 വരെ, അതായത് എല്ലാം ഒരു 50+ സാലറി കിട്ടുന്ന പോസ്റ്റുകളാണ് പേ ലെവൽ 2 വരുന്നത്. അപ്പോ ഇതാണ് ആ ഒരു സാലറി റേഞ്ച് കാര്യങ്ങൾ വരിക. ഇനി ടെന്റേറ്റീവ് ഡേറ്റ് വന്നിട്ടുള്ളത്, അഡ്വർടൈസ്മെന്റ് വരുന്നത് 27 മെയ്ക്കാണ്
അഡ്വർടൈസ്മെന്റ് വരിക. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും എക്സാം ഡേറ്റ് വരുന്നത്. അപ്പോൾ അതും നമുക്കൊരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു എക്സാം പ്രിപ്പറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ CGL-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ താഴോട്ട് വരുന്ന എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് എന്താണ് ഒരു എക്സാംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം എപ്പോഴും പഠിക്കുമ്പോൾ എപ്പോഴും ലോവർ ലെവൽ പഠിക്കാണ്ട് ഹയർ ലെവൽ പോസ്റ്റ് ഏതാണോ അതിനനുസരിച്ച് പഠിക്കുക. ഇപ്പൊ ബാങ്ക് എക്സാംസിനൊക്കെ ആണെങ്കിൽ ബാങ്ക് ഓഫീസേഴ്സ്, അതായത് പ്രൊബേഷണറി ഓഫീസർ, ആ പോസ്റ്റിലേക്ക് വേണ്ടി പഠിച്ചാൽ താഴോട്ട് വരുന്ന അസിസ്റ്റന്റ് പോസ്റ്റുകളൊക്കെ നമുക്ക് വരും. ഇനി CHSL-ന്റെ കാര്യം, നമ്മുടെ ST-യുടെ കാര്യമാണെങ്കിൽ CGL ലെവൽ പഠിച്ചാൽ ഈ പറയുന്ന ബാക്കി അസിസ്റ്റന്റ് പോസ്റ്റുകളായ CHSL ലെവൽ പോസ്റ്റുകളിലോട്ടൊക്കെ നമുക്ക് എക്സാം പെട്ടെന്ന് എഴുതി ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ഇതിന്റെ എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം. 2 തരത്തിലാണ് റിട്ടേൺ എക്സാംസ് വരുന്നത്. ഒന്ന് Tier 1 Tier 2. Tier 1 പരീക്ഷയ്ക്ക് CGL-നായിരുന്നാലും CHSL-ആയിരുന്നാലും സെയിം പാറ്റേൺ തന്നെയാണ്. അതായത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അവയർനെസ് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതം വെച്ചിട്ടാണ്. അപ്പൊ എല്ലാം 50 മാർക്ക് വീതം വെച്ചിട്ട് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കിനാണ് നമുക്ക് വരുന്നത്. 60 മിനിറ്റ് ആണ് അവിടെ ടൈം വരിക. അതായത് 1 അവർ ആണ് ടൈം വരുന്നത്. ഇവിടുത്തെ ഓരോ റോങ് ആൻസേഴ്സിനും 0.5 മാർക്സ് വെച്ചാണ് ഡിഡക്ട് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ 2 മാർക്ക് വീതം വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നത്. അങ്ങനെ 4 സെക്ഷൻസ് ആണ് നമ്മുടെ Tier 1 പരീക്ഷയ്ക്ക് വരുന്നത്. ഇത് ബോത്ത് CGL ആൻഡ് CHS-നായാലും സെയിം തന്നെയാണ്. ഇനി Tier 2 വരുമ്പോ CGL Tier 2 ഇതുപോലെയാണ്. 2 പേപ്പറുകളായിട്ടാണ് വരുന്നത്. ഒന്ന് കമ്പൽസറി ഫോർ ഓൾ പോസ്റ്റ് ആണ് പേപ്പർ 1 എന്ന് പറയുന്നത്. 2 മണിക്കൂറും 30 മിനിറ്റും ആണ് നമുക്ക് അവിടെ പേപ്പർ 1 വരിക. ഇനി പേപ്പർ 2 ആണെങ്കിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന് വേണ്ടി നമ്മൾ പ്രത്യേകം ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ CGL ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവര് പ്രത്യേകം ചോദിക്കും, നമ്മൾ എല്ലാ പോസ്റ്റുകളും കൊടുത്തു, ഇനി JSO എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഉള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടോ? അത് ക്വാളിഫിക്കേഷൻ വേറെയാണ്, പ്രത്യേകമാണ് അതിന്. അത് സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ ഒക്കെ ആക്റ്റീവ് വെച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ JSO ഒക്കെ നിങ്ങൾക്ക് കൊടുക്കുക. അപ്പൊ അതിന് പ്രത്യേകം ഒരു കോളം ഉണ്ടാവും അതുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ അത് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 2 കൂടെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അത് 2 hours ആണ് ആ ഒരു പേപ്പർ വരിക. ഇനി JSO നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല, പേപ്പർ 1 എന്ന് പറയും, ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറും 30 മിനിറ്റും ആ ഒരു പേപ്പറിന് നിങ്ങൾക്ക് ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ അതായത് ഇത് പേപ്പർ 1 ആണല്ലോ പറഞ്ഞത്. പേപ്പർ 1ഉം പേപ്പർ 2ന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഇനി ഓരോന്നായിട്ട് നോക്കാം. പേപ്പർ 1-ൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. പേപ്പർ 1-ൽ 2 സെക്ഷൻസ് വരുന്നുണ്ട്. ആ ഓരോ സെക്ഷനും ഇപ്പൊ സെഷൻസ് ആണ് വരുന്നത്. ആ ഓരോ സെഷനും എങ്ങനെയാ നോക്കാം. സെഷനിൽ വീണ്ടും, അതായത് ഫസ്റ്റ് സെഷനിൽ വീണ്ടും 2 സെക്ഷൻസ് വരുന്നുണ്ട്. ഇനി ഫസ്റ്റ് സെക്ഷനിൽ വീണ്ടും 2 മൊഡ്യൂൾ വരുന്നുണ്ട്. അപ്പൊ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് എബിലിറ്റി ആണ്. 30 ക്വസ്റ്റ്യൻസ് 90 മാർക്കിനാണ് വരുന്നത്. അത് 23% വെയിറ്റേജ് ഉള്ളതാണ്. ഇനി മൊഡ്യൂൾ 2 ആണെങ്കിൽ റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആണ്. അത് 30 ക്വസ്റ്റ്യൻസ് 90 മാർക്കും അതും 23% വെയിറ്റേജ് ഉള്ളതാണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ വരിക. ഇനി സെക്ഷൻ 2-ല് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2 ഉണ്ട്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജും ജനറൽ അവയർനെസ്സും ആണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ 45 ക്വസ്റ്റ്യൻ 135 മാർക്ക്, ഏറ്റവും വെയിറ്റേജ് ആണ് കേട്ടോ. 35% വെയിറ്റേജ് ഉണ്ട്. അതുപോലെ അവയർനെസ് ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് 75 മാർക്കിന് 19% വെയിറ്റേജ് ഉണ്ട്. അത് രണ്ടും കൂടി ചേർത്ത് 1 മണിക്കൂറാണ് അവിടെയും വരുന്നത്. ഇനി സെഷൻ 2-ല് സെക്ഷൻ 3 നമുക്ക് വരുമ്പോ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2 അതിന് വീണ്ടും വരുന്നുണ്ട്. കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും അതുപോലെ ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റും ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ നോളജ് ആണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് 60 മാർക്കിന് ക്വാളിഫയിങ് ആയിരിക്കും, 15 മിനിറ്റും. ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണെങ്കിൽ 1 ഡേറ്റ എൻട്രി ടാസ്ക് ആണ് തരുന്നത്, അത് ക്വാളിഫയിങ് ആണ്, 15 മിനിറ്റ് ആണ്. ഇനി ഇതില് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. റോങ് ആൻസേഴ്സ് ഏതിനൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. 0.5 മാർക്സ് റോങ് വരുന്നതുണ്ട്. അത് സെഷൻ 2-ലെ സെക്ഷൻ 3-ലെ മൊഡ്യൂൾ 1 വരുന്നതാണ്. നമുക്ക് 1 മാർക്ക് വരുന്നതാണ് കേട്ടോ. 1 മാർക്ക് വരുന്നതാണ് സെക്ഷൻ 3-ലെ മൊഡ്യൂൾ 1 വരെ ഉള്ള ഇത്. അതായത് മാത്സ്, റീസണിംഗ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളജ്, ഇത്രയും റോങ് ആൻസറിന് 1 മാർക്ക് വീതം വെച്ചിട്ടും. ഇനി പേപ്പർ 2 വരുമ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പറഞ്ഞു, 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കിനാണ്, 2 മണിക്കൂറാണ്. അവിടെയാണ് 0.5 മാർക്ക് റോങ് ആൻസറിന് ഡിഡക്ട് ചെയ്യുന്നത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി CHSL-ന്റെ ടയർ 2 നമുക്ക് നോക്കാം. CHSL വരുമ്പോ
സെഷൻ 1 2 മണിക്കൂറും 15 മിനിറ്റും ആണ്. മറ്റേതായിരുന്നപ്പോ 2 മണിക്കൂറും 30 മിനിറ്റും അതുകൊണ്ട് 15 മിനിറ്റ് ആണ്. അതിൽ വീണ്ടും സെക്ഷൻ 1 സെക്ഷൻ 2 സെക്ഷൻ 3 ആയിട്ട് തന്നെയുണ്ട്. സെയിം നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 1 മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 മാത്സ് ആൻഡ് റീസണിങ് ആണ്. 30 ക്വസ്റ്റ്യൻ വീതം വെച്ചിട്ട് 60 ഇൻറ്റു അതായത് ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് പക്ഷെ നോക്കുമ്പോഴത്തേക്കും 180 മാർക്കിനാണ് അവിടെ വരുന്നത്. അത് 1 അവർ ആണ് അവിടെയും വരിക. ഇനി സെക്ഷൻ 2 ആണെങ്കിൽ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആണ് 40 ക്വസ്റ്റ്യൻസും 20 ക്വസ്റ്റ്യൻസും 60 ഇൻറ്റു 180 മാർക്സ് ആണ് അവിടെ വരുന്നത്. 1 മണിക്കൂറാണ് അവിടെ ടൈം അലോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി സെക്ഷൻ 3 മൊഡ്യൂൾ 1 കമ്പ്യൂട്ടർ നോളജ് ആണ് 15 ക്വസ്റ്റ്യൻസ് ആണ്. അത് അതായത് ഒരെണ്ണത്തിന് 3 മാർക്ക് അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് 3 മാർക്ക് എന്നുള്ളത്. അപ്പൊ 15 × 45 മാർക്കാണ്. 15 മിനിറ്റ് ആണ് അവിടെ ടൈം വരുന്നത്. ഇനി സെഷൻ 2 വരുമ്പോ സെക്ഷൻ 3 മൊഡ്യൂൾ 2 അതില് സ്കിൽ ടെസ്റ്റ് ടൈപ്പിംഗ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. പാർട്ട് എ സ്കിൽ ടെസ്റ്റ് ഫോർ DEO പോസ്റ്റുകൾക്കും അത് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് മിനിസ്ട്രി ആണ്. പാർട്ട് ബി സ്കിൽ ടെസ്റ്റ് ഫോർ DEOs എക്സെപ്റ്റ് ഇൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മിനിസ്ട്രി. പാർട്ട് സി ആണെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഫോർ LDC ആൻഡ് JSA. അങ്ങനെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് സ്കിൽ ടെസ്റ്റിന്റെ ആദ്യത്തേത് 15 മിനിറ്റ്, രണ്ടാമത്തേതും 15 മിനിറ്റ്, പാർട്ട് എ 15 മിനിറ്റ്, പാർട്ട് ബി 15 മിനിറ്റ്, പാർട്ട് സി 10 മിനിറ്റ്. അങ്ങനെ ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ റോങ് ആൻസറിന് 1 മാർക്ക് വീതം വെച്ചിട്ടാണ്. അത് സെക്ഷൻ 1 സെക്ഷൻ 2 സെക്ഷൻ 3 ഫസ്റ്റ് മൊഡ്യൂൾ ഇത്രയും കൂടെ ചേർത്തിട്ടാണ് റോങ് ആൻസേഴ്സിന് ഓരോന്നിനും 1 മാർക്ക് വീതം വെച്ച് ഡിഡക്ട് ചെയ്യുന്നത്. കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് എല്ലാ വർഷവും നമുക്ക് വിളിക്കുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ CGL ആൻഡ് CHSL പറ്റിയിട്ട് അറിയാം. അതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ കൊടുക്കുക, എന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് പ്രിപ്പറേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. കണക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇനി എൻട്രിയുടെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലും കൂടി ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു, ബൈ.